ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓഫീസിലെ വർക്കും പിന്നെ മുകളിൽ കിട്ടിയില്ല എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചധികം മെസ്സേജ് വരുന്നുണ്ട്. എൻ്റെ മലയാളത്തിൽ ചെറിയൊരു കുഴച്ചിലുണ്ടാവും. ഞാൻ പല്ലിൻ്റെ ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുഴച്ചിലുണ്ടാവും, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിലേക്ക് വരാം. കുറെ പേരെന്നോട് ചോദിക്കാറുണ്ട് ലൈക്ക് എങ്ങനെ മലേഷ്യയിലേക്ക് വരാം, എങ്ങനെ ജോലി കിട്ടാം. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അപ്ലൈ ചെയ്യുക ജോലി. നമ്മൾ ഏതാണോ ഇപ്പൊ ഏത് ഫീൽഡിലേക്കാണോ പോകേണ്ടത് ആ ഫീൽഡിൽ നോക്കിയിട്ട് മാക്സിമം അപ്ലൈ ചെയ്യുക. അപ്പം ഞാനും ഇപ്പൊ ഒരു ജോബ് സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നോക്കുകയാണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു AI-യുടെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് റെസ്യൂമൊക്കെ എന്താ പറയണ്ടേ കസ്റ്റമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈലർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമായിരിക്കും. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് നമ്മുടെ റെസ്യൂമെ മാച്ച് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവിന്റെ ഒരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എക്സിക്യൂട്ടീവിന്റെ ഒരു പോസ്റ്റിലേക്കോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കമ്പനിയുടെയും റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ റിക്വയർമെന്റിൽ അതിൽ അവരുടെ JD-യിൽ അവർക്ക് ഇങ്ങനെ റിക്വയർമെന്റ്സ് ഉണ്ടാവും, എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്നുള്ള ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുണ്ടാവും. നമുക്കത് ഉണ്ടാവും ക്വാളിഫിക്കേഷൻസ്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഒരേ റെസ്യൂമെയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ റെസ്യൂമെയിൽ അതുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവണമെന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാ വലിയ വലിയ കമ്പനികളും മാനുവലായിട്ട് ചെക്ക് ചെയ്യാറില്ല. ATS എന്ന് പറഞ്ഞിട്ട് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേഴ്സ് മാത്രമേ റെക്കഗ്നൈസ് ആവും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചിലപ്പം നിങ്ങളുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ കീവേഡ്സ് ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ഡയറക്ട്ലി നമ്മുടെ എന്താ പറയുക റിമൂവ് ചെയ്ത് ബിന്നിലേക്ക് മാറ്റും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജറിലേക്ക് നോട്ടീസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് എന്താ പറയണ്ട ഒരു എക്സ്പോഷർ കുറച്ചും കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ ജോലിക്ക് ആസ്പദമായിട്ട്, അതായത് അതിന് വേണ്ട രീതിയിൽ നിങ്ങളുടെ റെസ്യൂം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ മലേഷ്യയിൽ അവൻ ഇത് കൂടെ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടിയതാണ്. അവൻ പറഞ്ഞു തന്നെ ഇപ്പൊ നല്ലൊരു ടൂളാണ്, ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂളിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ സിംപ്ലി നമ്മുടെ ഇപ്പോൾ ഉള്ള റെസ്യൂമെ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ജനറേറ്റ് കിട്ടുന്ന പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതാണോ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷന്റെ JD കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. സിംപ്ലി നമ്മൾ ജനറേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു റെസ്യൂമെ അത് ആക്കി തരികയും അതുപോലെ തന്നെ അതായത് ആ ജോലിക്ക് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ജോലിക്ക് വേണ്ട രീതിയിലുള്ള റെസ്യൂമെ നമ്മുടെ എക്സ്പീരിയൻസ് ഫേക്ക് ആയിട്ടുള്ളതല്ല, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുമായിട്ട് എങ്ങനെ മാച്ച് ചെയ്യുക, അതുമായിട്ട് എങ്ങനെ ടൈലർ ഫിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ആക്കി തരും. അപ്പം സംഭവം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചത് ഫ്രീ ആയിട്ടുള്ളൊരു ടൂളാണ്, ഒരു AI ടൂളാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ മാത്രം, റെസ്യൂമെ മാത്രമല്ല, നിങ്ങൾക്ക് കവർ ലെറ്റർ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഔട്ട്റീച്ച് മെസ്സേജ് കിട്ടും. അതായത് ഇപ്പൊ ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇപ്പൊ ഒരു കമ്പനിയിൽ, ഇപ്പൊ ഞാനൊരു XYZ എന്ന കമ്പനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിലെ ആൾക്കാരിലേക്ക് മെസ്സേജ് വഴി എങ്ങനെ ഔട്ട്റീച്ച് ചെയ്യാം അതിനുള്ള ഐഡിയാസ് പറഞ്ഞുതരും. അതുപോലെ തന്നെ കണക്ഷൻ മെസ്സേജ്, അതായത് ഈ ലിങ്ക്ഡിനിലുള്ള കണക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ കണക്ഷൻ മെസ്സേജ്, പിന്നെ ജോബ് ഫിറ്റ് സ്കോർ, നമ്മൾ ആ ജോബുമായിട്ട് എത്രത്തോളം നമ്മുടെ എക്സ്പീരിയൻസ് ഫിറ്റ് ആവുന്നുണ്ട്, അനലൈസ് എത്രത്തോളം ഫിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുതരും. പിന്നെ ഇന്റർവ്യൂ പ്രോബബിലിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പം എത്രത്തോളം ചാൻസ് ഇന്റർവ്യൂ കിട്ടാനൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ തന്നെ വേറൊരു ഏറ്റവും നല്ല ഫീച്ചർ ഇതിൻ്റെ അത് ഡാഷ്ബോർഡ് ഉണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ജോലി, ഇപ്പൊ ഞാൻ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ മറന്നു. കാരണം കുറെ കഴിയുമ്പം ലൈക്ക് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലാത്തപ്പോഴേ എത്ര കമ്പനികൾ അപ്ലൈ ചെയ്തു, എത്ര ജോലി അപ്ലൈ ചെയ്തു എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുന്നുണ്ട്. ഇതിന് അപ്ലൈ ചെയ്തുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിലുണ്ടാവും. അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയോ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത് എത്ര ജോലി അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ എത്ര ജോലി നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ കിട്ടി, എത്ര ജോലി നിങ്ങൾക്ക് ഒന്നും അല്ലെ നോ റെസ്പോൺസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് applykitai.com എന്നാണ്. ഞാനിപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് വെബ്സൈറ്റ്. നിങ്ങൾ ജസ്റ്റ് ഈ വെബ്സൈറ്റിലേക്ക് പോവുക.
നിങ്ങൾക്ക് ഇവിടെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഫ്രീ ആയിട്ടാണ്, 3 ആപ്ലിക്കേഷൻ വരെ ഇത് ഫ്രീ ആണ്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളിപ്പം എന്തായാലും നമുക്കൊരു 3 ആപ്ലിക്കേഷൻ കൊണ്ടൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പം മിനിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 30-60, അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊരു മലേഷ്യൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പം മലേഷ്യന്റെ എന്താ രീതിയിലുള്ള റേറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത്. പക്ഷെ അത് ഇവിടെ കറൻസി കൺവേർഷൻ ഉണ്ട്. നിങ്ങൾ ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ എത്ര പൈസയാന്നുള്ളത് കിട്ടും. അതല്ല നിങ്ങളിപ്പോൾ വേറെ രാജ്യത്തു നിന്നാണെങ്കിൽ ആ രാജ്യത്തു നിന്ന്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. വിസ, മാസ്റ്റർ കാർഡ്, അങ്ങനെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ബാങ്ക് ഇപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കണം. കാരണം ഇപ്പൊ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്രെഡിറ്റ്സ്. കാരണം ഞാൻ ഒരു വീക്കിലി അറ്റ്ലീസ്റ്റ് ഒരു 100 ജോബ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. എന്നാലേ നമുക്ക് മിനിമം ഒരു 3-4 ഇന്റർവ്യൂ എങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അടിക്കുക. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സൈൻ ഇൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഓൾറെഡി സൈൻ ഇൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ റെസ്യൂം നേരത്തെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ജോലി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഓഫ് ജോലിയുടെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ നേരെ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എനിക്ക് ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട്, ഞാനിപ്പോൾ അതിലാണ് എല്ലാം കോപ്പി ചെയ്ത് വെക്കുന്നത്. അങ്ങനെയോ അല്ലെങ്കിൽ ജോബ് സൈറ്റിൽ നിന്നോ കോപ്പി ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക ഇവിടെ ഫുള്ള്. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യും. കമ്പനി നെയിം അതുപോലെ തന്നെ റോള്. ജനറേറ്റ് കിറ്റ് കൊടുക്കുക. ജനറേറ്റ് കിറ്റ് കൊടുത്തു കഴിയുമ്പോൾ വേണ്ടിയിട്ട് പുറത്ത് വന്നതാണ് ആപ്ലിക്കേഷൻ കിറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റെസ്യൂം ഇവിടെ കിട്ടും. റെസ്യൂമിന്റെ ഔട്ട്റീച്ച് മെസ്സേജ്, ഹയറിംഗ് മാനേജറിനുള്ള മെസ്സേജ് ഇവിടെ ഉണ്ട്. പിന്നെ റെഫറൽ, ലൈക്ക് ഇപ്പം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫിറ്റ് സ്കോർ, ഇപ്പം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് 10 out of 9 ഉണ്ട്. ഹൈ ചാൻസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇന്റർവ്യൂ പ്രോബബിലിറ്റി ഹൈ ആണ് കാണിക്കുന്നത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇത് ഹൈ എന്നുള്ളതൊക്കെ കാണിക്കും. പിന്നെ ഇന്റർവ്യൂവിനുള്ള ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസും അതെങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ട്രാക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ട്രാക്കറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലികളെല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾ എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ഇപ്പൊ വേറൊരു സ്റ്റേജിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതും പറ്റും. നിങ്ങൾക്കിപ്പം ഇതിപ്പം സേവ്ഡ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്റർവ്യൂയിലേക്ക്, എനിക്ക് ഇന്റർവ്യൂ കിട്ടിയെങ്കിൽ ഇന്റർവ്യൂയിലേക്ക് മാറ്റാം, ഓഫർ ആണെങ്കിൽ ഓഫറിലേക്ക് മാറ്റാം, നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസിലേക്ക് മാറ്റാം, അപ്ലൈ അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. ഇപ്പം ഒരു കമ്പനിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്പനിയിൽ റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ എത്രണ്ണം കിട്ടി, ഓഫർ ലെറ്റർ എത്രണ്ണം ഉണ്ട്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോ ഇതിൻ്റെ അകത്ത് ക്രെഡിറ്റ്സ് ഒന്നും ഇല്ല ഉപയോഗിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ചുമ്മാ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ജോബ് ട്രാക്കർ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ആ ജോബ് കൊടുത്തിട്ട് ഫോർ എക്സാമ്പിൾ XYZ എന്ന് പറഞ്ഞുള്ള കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ ജോലി ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, റിമോട്ട് കണ്ണൂർ അല്ലെങ്കിൽ കണ്ണൂർ എവിടെ എന്തെങ്കിലും നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലി ടു ബി ഫോളോഡ് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് പിന്നെ ഈ ജോലി ഇപ്പൊ എന്താ സ്റ്റാറ്റസ്, അപ്ലൈഡ്, ഏത് ഇന്റർവ്യൂ ആണോ, ഇന്റർവ്യൂ ഓഫർ ആണെങ്കിൽ ഓഫർ ലെറ്റർ, ക്ലോസ് ആണെങ്കിൽ ക്ലോസ്, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിമൈൻഡേഴ്സും വരും ഇവിടെ. അപ്പൊ അതൊരു നല്ല ഫീച്ചറാണ്. ഈവൻ നിങ്ങൾ പേ ചെയ്യുന്നില്ലെങ്കിലും നമുക്കിത് ബേസിക്കലി എന്താ പറയുക ഒരു ട്രാക്കർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിത് കുറച്ച് ടെസ്റ്റ് ചെയ്തതാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പം ഇത് ആക്ച്വലി റിയലി യൂസ്ഫുൾ ആണ്. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറെ ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് ജോലിയുടെ കാര്യങ്ങൾ, അതായത് മാർക്കറ്റിലുള്ള മാറ്റങ്ങൾ, റെസ്യൂം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ജോലിയൊന്നും കിട്ടാത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ റെസ്യൂം ഒന്നും ഹയറിംഗ് മാനേജേഴ്സ് കാണാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഇത് ഉപയോഗിക്കുക, ഇതിലൂടെ പോകാൻ അതായത് ജോലി എന്താണ് കിട്ടാത്തത് എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഈ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഒരു ആപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഫോണിനകത്ത് നമുക്ക് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ചെയ്യാം. ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു 3-4 പാക്ക് എടുത്തു വെച്ചതാണ് മൊത്തം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അടുത്ത ആഴ്ച മുതൽ ഇരുന്ന് അപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങളും
ഇതൊക്കെ ട്രൈ ചെയ്യുക. ജോലി കിട്ടട്ടെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ഇതിന്റെ പേര് applykitai.com ആണ്. applykitai എന്നാണ്. അപ്പം ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പെട്ടെന്ന് ജോലി കിട്ടട്ടെ. ജോലി കിട്ടാൻ ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ മാക്സിമം അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു ടൈമാണ്. മാക്സിമം അപ്ലൈ ചെയ്യുക. മാത്രമല്ല, അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് ടൈലർ ഫിറ്റ് ആയിട്ടുള്ള റെസ്യൂം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു എക്സ്പോഷർ ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പം കീപ് അപ്ലൈയിങ്. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളെ തേടിയെത്തട്ടെ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.